ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊമ്പൻ്റെ ബോംബെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ബസ് എടുത്ത് ഒരു വൈബ് സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ സ്ഥലം എന്ന് വെച്ചാൽ ഒരു കാട്, അതിൻ്റെ ചുറ്റും ഒരു പുഴ പോലത്തെ ഒരു സംഭവം, അതിൻ്റെ നടുക്കിലൊരു വീട്. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോകാം. നമുക്ക് വണ്ടി എടുക്കാം. നമ്മളിന്ന് പോകുന്ന വണ്ടി കൊമ്പൻ്റെ ബോംബെ ആണ് കേട്ടോ. കൊമ്പൻ്റെ ബോംബെ എന്ന ബസ്സിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ആദ്യം നമുക്ക് സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ ഈ വണ്ടി. ഇത് നമ്മൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടി സ്പെഷ്യലാക്കി എടുത്ത വണ്ടിയാണ് കേട്ടോ ഗൈസ്. ആദ്യം നമ്മൾ ആ സ്റ്റോപ്പിൽ നിന്ന് റൈറ്റ് എടുക്കാം, എന്നിട്ട് നേരെ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും ചെയ്യുക. നമുക്ക് ഇന്നടുത്ത് ഈ റൈറ്റോട്ടൊരു കുഞ്ഞ് റോഡുണ്ട്. ഇതൊരു വൺ വേ റോഡാണ് കേട്ടോ ഗൈസ്. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകും. ഈ വണ്ടിക്ക് നല്ല കൺട്രോൾ കിട്ടും കേട്ടോ ഗൈസ്, നല്ല കൺട്രോൾ. കൊമ്പൻ്റെ ബോംബെക്കൊക്കെ നല്ല കൺട്രോൾ ഉണ്ട്. ഹലോ ഗൈസ്, ഏതാ ബ്രേക്കിങ് കണ്ടിരുന്നത്? നിങ്ങൾ കാണാൻ അടിപൊളി ബ്രേക്ക്. നേരത്തെ ഇങ്ങോട്ടിട്ട റൈറ്റിട്ട് റൈറ്റിട്ട് വണ്ടി മാറി എത്തണോ. എന്നിട്ട് ലെഫ്റ്റിക്ക് ഇങ്ങോട്ട് എന്ത് തിരിയാണോ തിരിച്ച് ഓപ്പോസിറ്റ് വേറെ സ്കൂട്ടർ. അപ്പോൾ നമുക്ക് നേരെ വിട്ടേക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടു ഒരു മാല കെട്ടി വെച്ചിട്ടുണ്ട് ഗായ്സ്. മാല കണ്ടിങ്ങനെ ആടുണ്ട് വണ്ടി ആടുന്നു. പിന്നെന്തോ ഇതോ ഓരോ മതങ്ങൾ ഇതുണ്ട്. പിന്നൊന്നുമില്ല. ഇതിൽ കൂടെ ഒക്കെ നല്ല രസം. ഞങ്ങൾക്ക് വണ്ടി വേടെ ഒന്ന് ഇറക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. വെള്ളത്തിക്കല്ല ഇത് നോക്കുമ്പോൾ നല്ല വളവും തിരിവും ഉള്ള സ്ഥലം. പറഞ്ഞില്ല, ചുറ്റും കാട്, അതിൻ്റെ ചുറ്റും പുഴ പോലത്തെ ഒരു ഇത്, പിന്നെ അതിൻ്റെ നടുക്കിലൊരു വീട് ഗൈസ്. പോച്ചട വണ്ടി ഒറ്റ കുത്തു നേരെ മരം. ഇവിടുത്തെ മരങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ, ചുള്ളിക്കുമ്പോഴത്തെ മരങ്ങളാവും, പക്ഷെ ഒന്നും വികൂല. ഇടിച്ചാൽ നമ്മളെ വണ്ടി ചടുങ്ങി മറ്റേ ചപ്ലാച്ചയാവും. നമ്മക്കപ്പോൾ പറഞ്ഞില്ല ഇവിടെ നല്ല വളവും തിരുവോണമെന്ന്. പിന്നെ ഈ ബസ് നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ കേട്ടോ, ജഡാസ്ത്രയാണ്. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് പണി വണ്ടി ചെറുതായിട്ടൊന്ന് ഓഫായി ഗൈസ്. എൻ്റെ കൈ തട്ടി ചെറുതായിട്ടൊന്ന് ഓഫായി. കണ്ട മാലാളിങ്ങനെ പ്രത്യേകിച്ച് വയനാട് ചുരം പോലത്തെ സാധനം ഗൈസ്. നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റോപ്പ്. യാതെ ബ്രേക്കിങ്. എനിക്ക് ഈ വണ്ടിയിൽ ബ്രേക്കിംഗ് ആണ് നല്ല ഇഷ്ടപ്പെട്ടത്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വണ്ടിയിൽ ബ്രേക്കിംഗ് ടെസ്റ്റും കൂടി നമുക്ക് ചെയ്തിട്ട് എന്നാൽ ഈ വണ്ടിയുടെ ഡിസൈൻ ബോംബെ. ഇവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ കത്താതെ. ബാക്കിൽ കിളി ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ബസ്സിനൊരു കിളീനും കൂടി കണ്ടെത്തണം. കിളീനെ കണ്ടെത്തിയിട്ട് വേണം, അവനാവും ഇനി നമ്മളെ. ഏതാ ലുക്ക്. ഇതും കൂടി ഡബിൾ ഇൻഡിക്കേറ്ററും കൂടി ഇടാം. പക്ഷേ ഈ ബസ്സിന് ഒരു മിനിറ്റ് ഒരു കാര്യം മറക്കാൻ നോക്കി. വൈപ്പർ ഇട്ടപ്പോൾ ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ എത്തും. ബസ്സിന്
ഇറക്കായോണ്ടാന്ന് എന്താണ് ബ്രേക്ക് പിടിക്കുമ്പോൾ നിൽക്കും പക്ഷേ സൗണ്ട് അടിപൊളി കണ്ടോ അശോക് ലൈലാൻഡിൻ്റെ എൻജിൻ്റെ പവറാണ് കണ്ടാ കണ്ടാ അശോക് ലൈലാൻഡിന് പവർ ഉണ്ടാ ഇനി നമുക്ക് റിവേഴ്സ് എടുക്കാം കൃഷ്ണനൊക്കെ ഉണ്ടാവും അടിയിൽ ഇതങ്ങനെ കൊമ്പെന്ന് ഇരിച്ചിങ്ങനെ നാല് സൈഡിൽ ഇവിടെ എന്താ കുത്തിയത് നോക്കി നോക്കാം നമുക്ക് ഇതിൻ്റെ മാപ്പും ഇത് നോക്കി ഗായ്സ് നമ്മുടെ ബസ്സും വീടും ഇവിടെ അതിന് ചുറ്റും ഗൈസ് ഐസ്ലാൻഡ് പോലെ ഒരു സ്ഥലം നമുക്ക് ഇവിടെ ഇപ്പം ഫ്രണ്ട് കിട്ടും ഇവിടെ കുറച്ചും കൂടി ബാക്ക് വണ്ടീനും വീടിനും നേരെ ഇറങ്ങടാ ഓഫ് ചെയ്തപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തപ്പോൾ ഇൻഡിക്കേറ്റർ ഇവിടെ നിന്ന് നല്ല രസം അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ ഈ